ഇന്നിപ്പോൾ ചക്ക നന്നാക്കലാണ് കേട്ടോ പരിപാടി. കിട്ടിയിട്ട് 2 ദിവസമായി ചക്ക. പക്ഷേ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഴുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നൊക്കെ നല്ല മണം വന്നപ്പോൾ ഞാനത് എടുത്തിട്ട് നന്നാക്കുകയാണ് കേട്ടോ. നന്നാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാമല്ലോ. ആരും ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരിനോട് ഞാൻ ക്യാമറ ശരിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവനോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോണിൽ ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. ആരിനോട് ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞിട്ട് ആരും വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നിവർന്നിരുന്ന് എൻ്റെ തല കാണില്ല കേട്ടോ. അതുപോലെ അതാ സിയമ്മളുടെ തലയൊന്നും കാണില്ല. എല്ലാവരുടെയും പകുതിയെ കാണുള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ കുറച്ച് താഴ്ന്നിരിക്കണോണ്ടാണ് എൻ്റെ തല കാണുന്നത്. പിന്നെ ഞാൻ ആര്യനോടും ചക്ക നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആര്യ എനിക്ക് അതിൻ്റെ എന്താ പറയുക, ചെകിണിന്ന് അങ്ങനെ എന്തോ അല്ലേ പറയുക, ചെകിണിയാണ് തോന്നുന്നു, അതൊക്കെ കളഞ്ഞിട്ടായിരുന്നു കേട്ടോ. സീമോൾ എന്താ അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ കാണുന്നത്. ആരിനോട് ചക്കയുടെ ചെകിനി കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ടുതരുമോ എന്ന് ചോദിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. എന്നാലും പിന്നെ ഇനി ചെയ്താന്നില്ല വെച്ചെങ്കിൽ എൻ്റെ അടുത്ത് ചീത്തയ്ക്കുമല്ലോ ഒന്ന് പേടിച്ചിട്ടാണ് തോന്നുന്നത്. ആൾക്ക് കുറച്ച് ഇരുന്നിട്ട് ചെയ്താന്ന് കേട്ടോ. കുറച്ചല്ല, അത് മുഴുവൻ ആൾ ചെയ്താന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചക്കയൊക്കെ വെട്ടിയിട്ട് ശരിയാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ അമ്മ ഉണ്ടാവാറുണ്ടല്ലോ, അമ്മ ചെയ്ത് ചെയ്യാറ് കേട്ടോ. അമ്മ എന്ന് വയ്ക്കണത് ഏട്ടൻ്റെ അമ്മ. ഉച്ചയ്ക്ക് ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചക്കമ്മ വന്നിട്ട് ഇരിക്കുകട്ടോ ചെയ്തത്, അത് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇരിക്കുന്നതോറും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ പോയി കിടന്നാൽ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടില്ല, അത് നന്നാക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അത് നന്നാക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചക്ക വെട്ടണതിൻ്റെ മുന്നേ തന്നെ കൈയ്യുമ്മ എണ്ണയൊക്കെ എടുത്ത് തേച്ചു. പിന്നെ ആ കൈയായിട്ട് കത്തി പിടിച്ചപ്പോൾ കത്തി വഴുക്കിയിട്ട് പിന്നെ എനിക്കിത് വെട്ടാൻ പറ്റണില്ല. പിന്നെ ഞാൻ കത്തിയുമത്തെ എണ്ണയൊക്കെ തുടച്ച് കളഞ്ഞിട്ടാട്ടോ രണ്ടാമത് ചെയ്യണത്. ഇവിടെ അമ്മയൊക്കെ ഇതിങ്ങനെ വെട്ടുകത്തിയായിട്ടാണ് ഇങ്ങനെ അതിൻ്റെ ആ സംഭവമൊക്കെ വെട്ടിക്കളയുന്ന കാണാറ് കേട്ടോ. എനിക്ക് വെട്ടുകത്തിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കത്തിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്ര പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ ചെയ്യാനും പറ്റണില്ല. പിന്നെ ആര്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞത് കേട്ടോ. എനിക്ക് ചക്ക കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ചക്കയുടെ മണമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം വന്നിട്ട് ചക്കയൊക്കെ എടുത്തിട്ട് കഴിക്കും. അമ്മ ഇങ്ങനെ നന്നാക്കി വെക്കുമായിരുന്നു. അന്നൊക്കെ എനിക്ക് എത്ര ചക്ക കഴിച്ചാലും മതിയാവില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അത്ര അങ്ങോട്ട് കഴിക്കൊന്നുമില്ല, എന്നാലും ഞാൻ ആവശ്യത്തിനൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ആര്യനാണ് അതുപോലെ ചക്ക കഴിക്കുക. ആര്യന് നല്ല ഇഷ്ടമാണ്, എത്ര കഴിച്ചാലും അവന് മതിയാവില്ല. പിന്നെ എനിക്ക് പേടി അധികം കൊടുക്കാൻ വേണ്ടിയിട്ട്, എങ്ങാനും വയറുവേദനയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലോ എന്നുള്ള പേടി കാരണം ഞാൻ അധികം കൊടുക്കില്ല. എന്നാലും ആവശ്യത്തിന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പേപ്പറും അതിൻ്റെ അടിയിൽ മുറൊക്കെ വെച്ചിട്ടല്ലേ നന്നാക്കിയിരുന്നത്. അപ്പോൾ ഇരിക്കുന്ന സ്ഥലമൊന്നും അത്ര ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ വേസ്റ്റ് അപ്പോൾ തന്നെ ആ കൊട്ടയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ആരിനാണെന്ന് വെച്ചെങ്കിലും അവൻ നന്നാക്കണതിൻ്റെ വേസ്റ്റൊക്കെ അതിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത്. ആ മുളക്കൊട്ട ഞാൻ മുളയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് തോന്നുന്നു. അതിവിടെ ഒരു ചേച്ചി, ഇങ്ങനെ ഒരു വയസ്സായ ഒരു അച്ഛമ്മ വന്നപ്പോൾ അവരുടെ അടുത്തുനിന്ന് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതെനിക്ക് അത്ര ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി എനിക്ക് ഉപകാരപ്പെട്ടു എന്ന്. കാരണം അന്ന് വാങ്ങുമ്പോൾ അത്ര ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അത്രയും വയസ്സായ അച്ഛമ്മയല്ലേ, പിന്നെ അത് അതിൻ്റെ വീട്ടിലത്തെ ഇങ്ങനെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ 2 വാങ്ങിയതായിരുന്നു. അതാണെങ്കിൽ കുറേ ദൂരത്തുനിന്നാണ് കേട്ടോ വരുന്നത്. തൃശ്ശൂർ അപ്പുറം എവിടെ നിന്നാണ് വരുന്നത് തോന്നുന്നത്. പിന്നെ ഈ ബസ്സൊക്കെ കയറി ഇറങ്ങി ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് പാവം തോന്നി. അങ്ങനെ ഞാൻ 2 വാങ്ങിയതാണ്. ആ കൊട്ട അങ്ങനെ വെറുതെ ഇരിക്കാറോ ഒന്നും ചെയ്യാറൊന്നുമില്ല അതിൽ. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ചക്ക നന്നാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ അതിലിട്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ അതായിട്ട് ഉപകാരം എനിക്കറിയില്ല. കുറേ പച്ചക്കറിയൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും വാങ്ങില്ലല്ലോ. പിന്നെ വാങ്ങണതാണെന്ന് വെച്ചെങ്കിൽ ഫ്രിഡ്ജിലല്ലേ വെക്കുക. ചക്ക വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കത്തിമത്ത മുളഞ്ഞൊക്കെ കളഞ്ഞിട്ട് പിന്നെ അത് പേപ്പറൊക്കെ ഞാൻ അടുപ്പിൽ കൊണ്ടുപോയിടുകയാണ് കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസം വൈകിട്ടാണ് തോന്നുന്നു. ഇനിയിപ്പോൾ ശനിയാഴ്ച ആരിൻ്റെ സ്കൂൾ അടച്ചു. ഇനിയിപ്പോൾ അവന് സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി രാവിലെ എണീക്കലൊക്കെ നേരം വൈകിട്ടാവും. അപ്പോൾ ഞാൻ കാലത്തേക്കുള്ള കാലത്ത് എന്താ പലഹാരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനുള്ള കറിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ തലേ ദിവസം വെച്ച് വെക്കും. അപ്പോൾ കാലത്ത് ഇനി നേരം വൈകി എണീറ്റാലും കുഴപ്പമില്ലല്ലോ, കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല, പെട്ടെന്ന് എണീറ്റാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ തലേ ദിവസം. ഇത് മിക്സിയിൽ തക്കാളി അണ്ടിപ്പരിപ്പ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അണ്ടിപ്പരിപ്പ് അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ, കാണാനില്ലേ.
ഫസ്റ്റ് എണ്ണ ചൂടാക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും ചുവന്ന മുളകും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനൊരു സവാള അരിഞ്ഞത് ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുത്തതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ബേസിക് മസാലാസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ ഈ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ മസാലയും ഒക്കെ എല്ലാതും മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ഈ എല്ലാം കൂടിയിട്ടാണ്ട് പേസ്റ്റ് ആക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതായത് ഉള്ളിയും തക്കാളിയും അങ്ങനെ എല്ലാം കൂടിയിട്ടാണ്ട് പേസ്റ്റ് ആക്കുക ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ ഉള്ളി വാട്ടിയൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ആകെ തക്കാളി മാത്രമേ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചുള്ളൂ, അണ്ടിപ്പരിപ്പും. പിന്നെ ഞാനെന്താ പനീർ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരു പാക്കറ്റിലെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തിട്ട് എടുത്തതിൻ്റെ ശേഷം അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തിട്ട് എടുത്തുള്ളത്. എന്നിട്ട് ഞാനത് ആ ബട്ടറും എല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി അതൊരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. കുറച്ചധികം തള കൂടിപ്പോയി, അങ്ങനെ കുറച്ച് കറി വറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അത് ആരിൻ്റെ സ്കൂളൊക്കെ പൂട്ടിയല്ലോ, അപ്പോൾ ഞാൻ ആരിൻ്റെ ഷെൽഫൊക്കെ വൃത്തിയാക്കിച്ചതാണ് കേട്ടോ. പഴയ ബുക്കൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവൻ പഴയ ബുക്കൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് നോട്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നോട്ട് പേജ് ഉള്ളതൊക്കെ ഞാൻ അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അവൻ്റെ പഴയ ബുക്കുകളൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ പഴയ ബുക്കുകൾ നോക്കിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കൊടുത്തൊഴിവാക്കും, അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കൊടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അത് അവൻ്റെ സ്കൂൾ ബാഗിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ 1 വർഷത്തെ ചളിയുണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടോ വെള്ളം തന്നെ വേറെ കളറായിരിക്കുന്നു.